ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസത്തെ 2 ദിവസം അപ്ലോഡ് ചെയ്ത മാലയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഞാൻ മാലയുടെ വീഡിയോ ഇടുമ്പോഴൊക്കെ ഓരോരുത്തർ വന്ന് ചോദിക്കുന്നുണ്ട് കമ്മലിൻ്റെ വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ 2-3 ടൈപ്പ് കമ്മലിൻ്റെ ഇത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കമ്മൽ ഒന്ന് രണ്ട് മോഡലാണ് ഇപ്പോൾ മനസ്സിൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നെയാണ് ഓരോന്നും മനസ്സിൽ ഐഡിയ വന്ന് ഒന്ന് രണ്ടെണ്ണമൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത്, അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ചെയ്യുന്നത് ഒരു സ്റ്റഡാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ടത്, ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിക്കണോ, ഹാഫ് പേൾ വേണം, ഹാഫ് പേൾ. പിന്നെ സ്റ്റഡ് പിന്ന് വേണം, സ്റ്റഡ് പിന്ന്. പിന്നെ വേണ്ടത് സ്റ്റോൺ ചെയിൻ വേണം. ഇത് OHP ഷീറ്റ് എന്ന് പറയും. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരെണ്ണം വേണം. പിന്നെ ഗ്ലൂ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കമ്മൽ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ മോഡൽ കമ്മൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ ഞാൻ എടുത്ത് വെച്ച് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് സ്റ്റഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. നമ്മൾ ഇതിലാണ് ചെയ്യുന്നത്. സിമ്പിളാണ്, വേറെ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ഗ്ലൂ ഇതിൽ തേച്ച് കൊടുക്കുക. ഈ സൈഡിലും കുറച്ച് ഗ്ലൂ തേക്കുക. എന്നിട്ട് ഈ ഹാഫ് പേൾ ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത്, ഇതിന് ചുറ്റും നമുക്ക് പശ തേച്ച് കൊടുക്കാം. അതായത് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ സ്റ്റോൺ ചെയിന് ഈ പേൾ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റഡ് ചെയ്ത് കാണിച്ചു തന്നപ്പോൾ ഞാൻ ഒരെണ്ണമായിട്ട് എങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടാണ്. എന്നാൽ പിന്നെ 2-3 മോഡൽ കാണിച്ചു തരാമെന്ന് ഒരു തീരുമാനത്തിൽ വന്നത്. നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചെയിനൊന്ന് ആ സ്റ്റോണുകൾ തമ്മിലൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. നല്ല രസമാണ് കേട്ടോ, ഇത് ചെയ്ത് വരുമ്പോഴും നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ സിൽവറിൻ്റെ ഇതേ ഉള്ളൂ. ഇതിൻ്റെ ചെയിൻ തന്നെ ഗോൾഡ് ചെയിൻ വരുന്നതുണ്ട്. അത് ഇച്ചിരിയും കൂടെ ഭംഗിയാണ് കാണാൻ. പക്ഷെ എൻ്റെ കയ്യിൽ ആ ചെയിൻ തീർന്നു പോയി. ബോ ഉണ്ടാക്കാനായിട്ട് 2 ലെയറിൻ്റെ ബോ ചെയ്തായിരുന്നു, പേളിൻ്റെ തന്നെ. അപ്പോൾ അതിൽ ഒട്ടിച്ച് തീർന്നു പോയി. ഇതിങ്ങനെയാണ് വരുന്നത്. ചെയ്തെടുക്കാം. ഇത് നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിന് നല്ല ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, 2 നമ്മൾ കട്ട് ചെയ്തെടുത്തു കണ്ടോ.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റഡ് പിന്നിൽ പശ തേച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ഇവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പം ഈ ഒരു മോഡൽ കമ്മലായി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ മാല ഉണ്ടാക്കുന്ന ചെയിനിൽ പേള് വെച്ചിട്ടുള്ള ഒരു മാല ഉണ്ടാക്കുന്നതിൻ്റെ ഇതിൽ ഹണി റോസിൻ്റെ കാതിൽ കിടന്ന പോലത്തെ കമ്മൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരാൾ വന്നിട്ട് പറഞ്ഞു കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കമ്മലാണ് നമ്മളിനെ അടുത്തിടാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ആ കമ്മൽ ചെയ്യാൻ പോകുന്നത് ഈ മുത്തിലാണ്. പേളൊരെണ്ണം ചെയ്തല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ഈ മുത്തിൽ ചെയ്യാം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇത് കടയിൽ കണ്ട് ഞാൻ ഒരാളുടെ കാതിൽ കമ്മൽ ഇടക്കാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ പോയി കാണിച്ചു കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് പശ തേച്ച് ഇതിന് നമുക്ക്, ഇതൊരു സൂചി പോലെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഇതിൻ്റെ അകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഈ ചെയിന് കട്ട് ചെയ്തെടുക്കാം. ഇതിനാവശ്യമുള്ള ചെയിന് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം ചെയിന് തന്നെ, ആ കമ്മലിന് ചെയ്ത അതേപോലത്തെ ചെയിന് തന്നെ. അത് നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നീളം മതിയാവും. ഇതും കൂടെ ആകുമ്പോൾ മതിയാവും. അല്ലെങ്കിൽ ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര നീളമായിപ്പോവും. ഈ ഒരളവിന് നിങ്ങൾക്ക് അതിന് എത്ര നീളം വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇട്ട് പിടിക്കാനായിട്ട് ഒരു ഫ്യൂ സ്റ്റാറിൻ്റെ ഒരറ്റത്തിനകത്ത് ഈ രണ്ട് ചെയിനും കൂടെ കയറ്റുമ്പോൾ നമുക്ക് നീളം കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. സെയിം നീളം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മറ്റേ കരിമണി മാലയുടെ ഇതിൻ്റെ ഇടയിൽ കയറ്റുന്ന ചെറിയൊരു റിങ് എടുത്തിട്ട് ഞാനിത് മാറ്റി വെച്ചായിരുന്നു, നമുക്ക് ഉപയോഗം വരുമെന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ രണ്ട് റിങ് നമുക്ക് വേണം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ കട്ട് ചെയ്തെടുത്ത ഈ രണ്ട് റിങ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇതിൻ്റെ ഒരു എൻഡിൽ കയറ്റണം. കയ്യിൽ പിടിക്കാനില്ല, നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് നമുക്ക് വേണമെങ്കിൽ ജംപ് വെച്ച് ചെയ്യാം. പക്ഷെ ജംപ് റിങ് ഇടുമ്പോഴത്തേക്കും അത് മാത്രമായിട്ട് വെളുത്തു പോകും. ഇതാകുമ്പോൾ ഗ്യാരണ്ടി ഉള്ളതല്ലേ, അപ്പോൾ കുറേ നാൾ കിടക്കും. അതുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കയറ്റുന്നത്. ഇതിനിങ്ങനെ കയറ്റി, ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റം നമുക്ക് ഇതിനകത്തോടെ കയറ്റാം. ഞാൻ മറ്റെടുത്തിട്ടൊന്നുമില്ല. ഇത് പുതിയതായതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഈ സൈഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഈ ചെയിനിൻ്റെ എൻഡ് കയറ്റണം.
അപ്പോൾ ഇതൊരു കമ്മലായി. ഇത് ഞാൻ ലാസ്റ്റ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പോഴേ കാതിലിടുമ്പോഴേ ശരിക്കുള്ള ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു മോഡലായി. ഇത് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. അത് നമുക്ക് സിൽവറിൽ ചെയ്യാം. രണ്ടെണ്ണം എടുത്ത് ഒരെണ്ണം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എല്ലാം ഈസി തന്നെ, എല്ലാം ഒരേ മെത്തേഡ് തന്നെ. ഒരു ലെയർ മുത്ത് വാങ്ങിച്ച് നമുക്ക് കമ്മലുണ്ടാക്കാം, മാലയുണ്ടാക്കാം, ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കാം. അപ്പോൾ സെറ്റ് ആവുമല്ലോ. ഇതൊക്കെ നമ്മൾ തേച്ച് വെച്ച് നല്ലതുപോലെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. സിൽവറിൻ്റെ റിങ് ഉണ്ട്. നമുക്ക് നമ്മൾ സിൽവർ കളറിലേ കൊടുത്തു. അപ്പോൾ സിൽവറിൻ്റെ റിങ് എടുക്കാം. എടുത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത്, ഇത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. സിമ്പിളാണ്, സിമ്പിളായിട്ട് കിടക്കും. എനിക്ക് ഈ മോഡൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കും. അതാ സിമ്പിളായിട്ട്. സിൽവറിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മോഡലാണ്. ഈ മോഡൽ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നത് കാണിച്ചു തരാം. അതിന് നമുക്ക് ഐപ്പിന് വേണം. ഒരു ഐപ്പിന്നെടുത്ത് ഇനി വേണ്ടത് ഐപ്പിന് വേണം. 10 mm ഒരു പേള്, 10 mm ഒരു പേള്, 8 mm ഒരു പേള്, 6 mm ഒരു പേള്. നമുക്ക് ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഐപ്പിന്നിൽ 10 mm കയറ്റി, അടുത്ത് 8 mm, 6 mm ഇങ്ങനെ കയറ്റണം. ഇങ്ങനെ കയറ്റിയിട്ട് പ്രസ്സിങ് പ്ലെയർ വെച്ചിട്ട് ഇതിനൊന്ന് വളച്ചെടുക്കണം. ആദ്യം ഇങ്ങോട്ടാക്കിയിട്ട് പിന്നെ ഈ കമ്പീനെ പിടിച്ചിങ്ങോട്ടാക്കണം. അതിനുശേഷം ഇതങ്ങ് കണക്ട് ചെയ്ത്, ഹാങ്ങിങ് ആണിത്, ഹാങ്ങിങ് കണക്ട് ചെയ്ത് ഇതങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ചെയ്യാനുള്ളത് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട്, ഞാൻ ഗുങ്കുരു നേരത്തെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗുങ്കുരു കെട്ടാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഗുങ്കുരു 3 എണ്ണം. ഒന്ന്, ഇത് 4 mm പേളിൽ ഉണ്ടാക്കിയ ഗുങ്കുരുവാണ്. 3 ഗുങ്കുരു ഇട്ട് കമ്പി അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം. കമ്മൽ റെഡി. അപ്പോൾ ഇങ്ങനത്തെ 2 കമ്മൽ, ഇങ്ങനത്തെ ജോഡി ഇങ്ങനെ. ഇതെല്ലാം ഞാൻ ലാസ്റ്റ് കാതിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കെത്ര ജോഡിയായി? 1 2 3 4 ജോഡിയായി. ഇനി നമുക്ക് ഒരു ക്രിസ്റ്റലിൽ ഇതുപോലെ തന്നെ ക്രിസ്റ്റലിൽ നമുക്ക് ഫ്യൂസ് സ്റ്റാർ വെച്ച് കെട്ടുന്നത്, ഒരെണ്ണം ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുങ്കുരു കെട്ടണം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലൊരെണ്ണം ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് 2 അടപ്പ്, ഒരു 0 മണി, പിന്നെ ഫ്യൂസ് സ്റ്റാർ. ആദ്യം അടപ്പെടുത്ത് കൊരുത്ത്, ഇത് 10 mm ക്രിസ്റ്റലാണ്, വൈറ്റ് ക്രിസ്റ്റലാണ്. ക്രിസ്റ്റലിട്ട് ഈ അടപ്പ് വെച്ച് ഇത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ 0 മണിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഗുങ്കുരു കെട്ടുന്നത് ഈ പ്രസ്സിങ് പ്ലെയറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച്
കമ്പി ഇങ്ങനെ വളച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. 1 2 3 3 മതിയാവും. ഇതാണ് കുങ്കുരു കെട്ടുന്നത്. കട്ട് ചെയ്ത് മാറ്റി ബാക്കി വന്ന ആ കമ്പീനെ ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ഇത് നമുക്ക് മുത്ത് വാങ്ങിക്കാൻ പോകുന്ന കടയിൽ റെഡിമെയ്ഡും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ മോഡലുണ്ടോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മോഡലാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 mm പേള്, 10 mm പേള്, 8 mm പേള്, 6 mm പേള്, പിന്നെ 4 mm ഗുങ്കുരു കെട്ടി വെച്ചിരിക്കുന്നു. അത് നമുക്ക് ലാസ്റ്റ് ഇവിടെ തൂക്കാനായിട്ട്. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പിന്നാലാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് 10 mm കൊരുത്തെടുക്കാം. ഇതിങ്ങനെ കയറ്റിയിട്ട് ആവശ്യത്തിനുള്ള കമ്പി പോയിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് പ്രസ്സിംഗ് പ്ലെയർ വെച്ച് ആദ്യം ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കണം. ഇങ്ങോട്ടാക്കിയതിന് ശേഷം ഈ എൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രസ്സിംഗ് പ്ലെയർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത്രയായി. ഇനി ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം 10 mm എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇത് കണക്ട് ചെയ്ത് ഈ 8 mm പേള് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് 6 mm ക്രിസ്റ്റലിനും ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ എല്ലാ അളവിനുള്ള ക്രിസ്റ്റൽ ഇല്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പേളാണ് ഞാൻ കൂടുതൽ എനിക്ക് സെയിലാവുന്നത് പേളാണ്. അതാണ് ഞാൻ പേള് വാങ്ങിച്ചു വെക്കുന്നത്. ആണ് ചെയ്യുന്ന വർക്കെല്ലാം ഞാൻ പേളിൽ കാണിക്കുന്നത്. എന്നിലുള്ളതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് പോയി വാങ്ങിക്കാനായിട്ടുള്ള സാമ്പത്തികം ഇപ്പം തൽക്കാലം ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്രിസ്റ്റലോ, ഞാനൊരു മോഡൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാം. കെട്ടി വെച്ചിരുന്നു. കുങ്കുരു നമുക്ക് ഇതിനകത്ത് കയറ്റി ടൈറ്റ് ചെയ്തെടുക്കാം. ഇത്ര തന്നെ പണി തീർന്നു. ഇനി നമുക്ക് റിങ് എടുത്ത് പുതിയതായത് കാരണം ഇത് ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യിച്ചിട്ട് പാടാണ്. ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇതെടുത്ത് ഇത്ര എണ്ണം ഇത് തന്നെ പണി. അപ്പം ഇതൊരു മോഡലായി കമ്മൽ. 1 2 3 4 5 6 7 ജോഡി കമ്മലായി. ഞാൻ ടേബിളെല്ലാം ഒതുക്കി. അപ്പോൾ നമ്മുടെ കമ്മൽ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്.
ഈ 2 കമ്മൽ, പിന്നെ ചാം വെച്ചിട്ട് ചെയ്യുന്നത്, പിന്നെ പേളിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് കാതിലൊന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടാക്കിയ കമ്മലുകളൊക്കെ ഞാൻ കാതിലൊന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. ഒരു കാതിലിട്ടാൽ മതിയല്ലോ, ഒരു കാതിലിട്ട് കാണിച്ചു തരാം. കൊള്ളാം, സിമ്പിളായിട്ട് കിടക്കും, വലിയ വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് 2 കാതിലിട്ട് കാണിച്ചു തരാം. കൊള്ളാം, നല്ല രസമുണ്ട്. ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ ഈ കഷ്ടപ്പെട്ട് കാണിക്കണമെല്ലാം നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് പഠിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ, അതൊരു വരുമാനമാകും. ഇതിൻ്റെ ആണി ഞാൻ എടുക്കാൻ മറന്നുപോയി, ഇരിക്കുമോ ഒന്നറിയില്ല. ഇതിങ്ങനെ ഇരിക്കും. എൻ്റെ ഈ കാത് കുത്തിയത് കുറച്ച് താഴ്ന്നു പോയിട്ടാണ്, കുഞ്ഞിലെ അങ്ങനെയാണ് കാത് കുത്തിയിരിക്കുന്നത്, കണ്ടോ? കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ ഈ കമ്മൽ. സ്റ്റഡ് ഇടുന്നവർക്ക് അങ്ങനെ പറ്റും. അപ്പം ഇതൊരു ജോഡി കമ്മൽ. പക്ഷേ ഇതിൻ്റെ ഈ സ്റ്റോൺ ചെയിന് ഗോൾഡ് ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും ഭംഗിയായിരുന്നു. ഇതിപ്പോൾ എനിക്ക് സിൽവറാണ് കിട്ടിയിരിക്കുന്നത്, ഗോൾഡ് തീർന്നു പോയി. അത് സിമ്പിളായിട്ട് കിടക്കും കേട്ടോ. പണ്ട് പരസ്പരം സീരിയൽ വന്ന സമയത്ത് പരസ്പരം കമ്മലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇഷ്ടം പോലെ ഇതുപോലത്തെ കമ്മലുണ്ടാക്കി ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ സെയിലുണ്ട്. എത്രയോ വർഷം, ഇപ്പോൾ അത് 10 വർഷമെങ്കിലും ആവുമെന്ന് തോന്നുന്നു. കണ്ടോ, ഇഷ്ടം പോലെ ഞാൻ ഇങ്ങനത്തെ മോഡൽ പല ഡ്രോപ്പിൻ്റെ ഫാഷനിൽ ഇതിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മോഡലൊന്നും പോകില്ല, എപ്പോഴും ട്രെൻഡിങ് ആണ്. ഇതാണ്ടോ, ഇത് കൊള്ളാം. ഈ കമ്മൽ ഞാൻ മറ്റേ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു, കമ്മലിൻ്റെ വീഡിയോ കൂടി ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കമ്മലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇട്ട് നടക്കുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ചോദിക്കും ഈ കമ്മൽ എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന്. അപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് അതിൻ്റെ സെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് തട്ടി വിടണം. അങ്ങനെയൊക്കെ തന്നെ കസ്റ്റമറിനെ കിട്ടണത്. പക്ഷേ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് വെളുത്തു പോകും പെട്ടെന്ന്. ഉണ്ടോ, കൊള്ളാം. ഇത് നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണിത് കാണാൻ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളടുത്ത് ആരും ആവശ്യപ്പെടുമ്പോഴല്ലേ നമുക്ക് പുതിയ പുതിയ മോഡലുകൾ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ചിന്ത വരുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ കമ്മലുണ്ടാക്കുന്നത്. ഇതിനെന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉണ്ട്, ഇപ്പം ശരിയായിട്ടില്ല. കൊള്ളാം. അപ്പോൾ ഇത് നമ്മൾ എത്ര ജോഡി കമ്മലുണ്ടാക്കി? 7 ജോഡി കമ്മൽ ഇന്നൊരുത്ത ഒരു വീഡിയോയിൽ. ഇപ്പോൾ വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിരിക്കും, വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, എല്ലാ കമ്മലും ഇഷ്ടമായി. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വേറെ മോഡലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഞാൻ ആദ്യം ഇട്ടിരുന്ന കമ്മൽ തന്നെ ഇടാം.
ആദ്യമായിട്ട് കമ്മലിലിട്ടു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 7 ജോഡി കമ്മൽ, 7 മോഡലിൽ കാണിച്ച 7 ജോഡി കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.